ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന വാട്ടർ ടാങ്കിൻ്റെ ഔട്ട്സൈഡ് നമ്മളൊരു വാൽവ് മാറാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് നമ്മളോട് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് എങ്ങനെയുണ്ട് എന്ന് നോക്കണം, കുറേ നാളായി ഒന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട്. അതുപോലെ വെള്ളത്തിന് ചെറിയ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മളൊന്ന് ജസ്റ്റ് നോക്കുകയാണ്. എല്ലാവരും നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഈ വാട്ടർ ടാങ്കിൻ്റെ അകത്ത് എന്താണ് എന്നുള്ളത്. ഇവിടെ അതേപോലെ ഒരു അവസ്ഥയാണ്. അതാണ് ഇപ്പം നമുക്ക് കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നിറയെ പായലും അതേപോലെ ഓരും പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഫുള്ളും ഇതാണ്. ഉണ്ടാവും മൊത്തത്തിൽ ഇത് വൃത്തികേടായിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത്. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് തന്നെ മതി നമ്മൾ ഒരു രോഗം പരത്താൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ നിന്നൊക്കെയാണ് ബാക്ടീരിയകളൊക്കെ ഉണ്ടായി നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് തന്നെ. എല്ലാവരുടെ അടുത്തും പ്രത്യേകം പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞു, ആരെയും കിട്ടുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാമോ. നമ്മുടെ അടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചെയ്യാതെ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഈ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന 2 നെറ്റുകളാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ദാണ്ട് ഇതേപോലെ വെള്ളം തൊട്ട് നമ്മൾ ഇതുപോലെ ഫില്ലാക്കിയിട്ട് നമ്മളിതുപോലെ ഉരച്ച് കളയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്താണ് നമ്മൾ കളയുന്നത്. നമ്മൾ വാൽവ് മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ മൊത്തത്തിൽ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്താൽ മാത്രം മതി. ആ അഴുക്കുകളെല്ലാം ഇളകും. വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പം കാണുന്നത്. നേരത്തെയും ഇപ്പോഴത്തെയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്തുമാത്രം പായലും അതേപോലെ അഴുക്കുകളുമാണ് അതിൻ്റെ അകത്ത് ഇരുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? അതുകൊണ്ടാണ് പറയുന്നത്, ക്ലീൻ ചെയ്യേണ്ട സമയത്ത് തന്നെ വാട്ടർ ടാങ്കുകൾ മന്ത്ലി അല്ല 2 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അസുഖങ്ങൾ വരാൻ വേറൊന്നും വേണ്ട. നമ്മൾ കുടിക്കുന്ന ഈ വെള്ളത്തിൽ കൂടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതേപോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നമ്മൾ മോട്ടറും ചാലുവാക്കിയിട്ടുണ്ട്. അവിടെ മോട്ടർ ഓണായി വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറയുന്നത്, വീണ്ടും ആവർത്തിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കുകൾ എപ്പോഴും ക്ലീനാക്കി വെച്ചേക്കുക എന്നുള്ളത്. ഇതിവിടെ ഒരു കുഴപ്പം വന്നത്, ഇവിടെ പായൽ വന്നത് എന്തുകൊണ്ടാണെന്ന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഇതിന് അടപ്പുമുണ്ട്. അടപ്പിട്ട് ക്ലോസ് ചെയ്തിരുന്നതിൻ്റെ അകത്ത് എങ്ങനെ പായൽ വീണു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംശയം. കാരണം സൂര്യപ്രകാശം ഡയറക്റ്റ് വെള്ളത്തിലോട്ട് അടിച്ചാൽ മാത്രമാണ് പായൽ വരുന്നത്. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന്